ഹായ് ഓൾ. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞൊരു തസ്തിക മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമൊബൈൽ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പവറും യൂണിഫോം ഉള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു തസ്തികയിലേക്ക് എത്തുക എന്നുള്ളത്. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സംശയം വെക്കുന്ന ഒരു കാര്യമാണ് നിയമന സാധ്യതകൾ എത്രത്തോളമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ്. നമുക്കറിയാം ഏതൊരു എക്സാമിനേഷൻ എഴുതുമ്പോഴും അതിനകത്ത് കുറേയധികം സമവാക്യങ്ങൾ കൂടി ചേരുന്നതാണ് ഒരാളുടെ നിയമനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു ജനറൽ കാറ്റഗറി, യാതൊരുവിധ റിസർവേഷനും ഇല്ലാതെ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു നിയമന സാധ്യതയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബാക്കി ഓരോ കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമന സാധ്യതകളും നിങ്ങൾക്ക് വിലയിരുത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ ഈ ഒരു എക്സാമിനേഷൻ ഉടൻ നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു എക്സാമിനേഷൻ ആണ്. ഈ വരുന്ന 30-ാം തീയതിയാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ PSCയുടെ സൈറ്റുകളിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഹെവി ലൈസൻസ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. പോരാതെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമയാണ്. അത് മെക്കാനിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ മേഖലയിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കുന്ന ഡിപ്ലോമ ആയിരിക്കണം. ഓർക്കണം, വാലിഡ് ആയിട്ടുള്ള ഒരു ഹെവി ലൈസൻസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 1/7/2026 ആണ്. ഇനിയും ഇതിന്റെ അവസാനമായിട്ട് നടന്ന എക്സാമിനേഷന്റെ വിശദ വിവരങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നിയമന സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ കഴിയും. ഇതിന്റെ അവസാനമായിട്ട് ഈ ഒരു എക്സാമിനേഷൻ നടന്നത് 2022 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമായിരുന്നു. അന്ന് ആ എക്സാമിനേഷൻ നടന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് 2/9/2024 അങ്ങനെ അന്ന് ഈ ഒരു എക്സാമിനേഷന് കട്ട് ഓഫ് മാർക്കായിട്ട് വന്ന 59.67 മാർക്കാണ്. ഈ ഒരു മാർക്ക് ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യരുത്. ഈ ഒരു മാർക്ക് കിട്ടിയാൽ ഒരു സാധാരണഗതിയിൽ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടില്ല. എന്നാൽ അന്നത്തെ പരീക്ഷയ്ക്ക് ടോപ്പ് സ്കോർ ആയിട്ട് വന്നത് 83.33 ആണ്. അപ്പോൾ നമ്മുടെ മാർക്ക് എപ്പോഴും സെറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഈ ഒരു മാർക്കിന് മുകളിലേക്കായിരിക്കും. ഇനി വരുന്ന പരീക്ഷയ്ക്കും ഒരു 83-ന് മുകളിൽ ഒരു 85-86 മാർക്ക് നേടുക എന്ന ലക്ഷ്യത്തിൽ നിങ്ങൾ പ്രയത്നിക്കുക. അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പരീക്ഷയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണം. അതായത് ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലുള്ള എക്സാമിനേഷൻ ഇത്രയും മാർക്ക് തന്നെ വാങ്ങുകയും എന്നാൽ വളരെ ഈസി ആയിട്ടുള്ള എക്സാമിനേഷൻ 90-95 എബോവ് വാങ്ങുകയും ചെയ്താൽ നിങ്ങൾ സേഫ് സോണിലാണ് എന്ന് തന്നെ നിങ്ങൾക്ക് അസസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ആണ് ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. ഇവിടെ 83 എന്നൊരു മാർക്കാണ്. 80-നും 83-നും ഇടയിൽ മാർക്ക് കിട്ടിയവർക്കൊക്കെ, അതായത് ഒരു ജനറൽ കാറ്റഗറിയുടെ കോൺടസ്റ്റിലാണ് പറയുന്നത്, അവർക്കൊക്കെ ഏറെക്കുറെ അഡ്വൈസിന്റെ വക്കിലാണ്. ചിലർക്കൊക്കെ അഡ്വൈസ് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാറ്റഗറി, ഈ ഒരു മാനദണ്ഡത്തിലാണ് ഇതിന്റെ ഒരു മത്സരം വരുന്നത് പരീക്ഷയ്ക്ക്. ഇനിയും ഇതിനകത്ത് ആപ്ലിക്കൻസ് എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. കൺഫർമേഷൻ നൽകിയ ശേഷമുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 9327 പേര് മാത്രമായിരുന്നു. അതിൽ നിന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 606 പേര് മാത്രമാണ്. ഈ 606 പേരിൽ 121 പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ജനറൽ കാറ്റഗറിക്ക് 90-92 വരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റാങ്ക് ലിസ്റ്റ് ഇനിയും കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് 140 വരെയൊക്കെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ജനറൽ ലെവലിൽ നിന്ന് അഡ്വൈസ് പോകാനാണ് സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 606 പേരുടെ മെയിൻ ലിസ്റ്റിൽ നിന്ന് 100-ന് മുകളിൽ ഏതാണ്ട് ഒരു 150-200 വരെയൊക്കെ അഡ്വൈസുകൾ പോകും എന്ന് തന്നെ വേണം നമ്മൾ കണക്കാക്കാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇനി എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്യേണ്ടുന്ന ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 100-നകത്തോ 50-നകത്തോ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ഈസി വാക്ക് ഓവർ ആണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെല്ലാ പരീക്ഷയ്ക്കും നിയമന സാധ്യതയുണ്ട്. അതായത് ഈ ഒരു റാങ്കിനകത്ത് വരികയാണെങ്കിൽ എല്ലാ വർഷവും ഈ വർഷവും റിട്ടയർമെന്റ് പ്രകാരം ഉള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് 50-ൽ കൂടുതൽ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 50-ൽ കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷം 50 പേർക്ക് നിയമനം വരും. അത് ജനറൽ കോൺടസ്റ്റിലേക്ക് വരുമ്പോൾ ഏതാണ്ട് അതിൽ നിന്ന് 40-45 പേർക്കോളം നിയമനവും കിട്ടും. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവുക, ഒരു വർഷം 50 ഒരു മിനിമം ലെവലിൽ റിട്ടയർമെന്റ് എങ്കിൽ നമുക്ക് 3 വർഷം കൊണ്ട് ഏതാണ്ട് 180-ഓളം പേർക്ക് നിയമനങ്ങൾ ലഭിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ വേണം നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് വെക്കേണ്ടത് ഏതാണ്ട് ഒരു 83.33 അല്ലെങ്കിൽ 85-ഓളം മാർക്ക് കരസ്ഥമാക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നൊരു ടാർഗറ്റ് ആണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. നമ്മളിവിടെ കാണുന്നത് കഴിഞ്ഞ എക്സാമിനേഷനിൽ ക്രാക്ക് ചെയ്ത ഏണസ്റ്റിലെ ഉദ്യോഗാർത്ഥികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും കൃത്യമായിട്ടുള്ള ഗൈഡൻസും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു റാങ്കിൽ എത്തുവാനും അതുപോലെ തന്നെ സർക്കാർ ജോലിയിൽ, അതായത് പ്രത്യേകിച്ചും AMV ആയിട്ട് പ്ലേസ് ചെയ്യാനും കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ട് നിങ്ങളുടെ AMY എന്ന ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ട് ഏണസ്റ്റ് അക്കാഡമിയിൽ AMYയുടെ കോഴ്സുകൾ അവൈലബിൾ ആണ്. കോഴ്സിനെ പറ്റി അറിയുന്നതിനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്ന അല്ലെങ്കിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.